ചാക്ക അജന്താപ്പുള്ളി ലൈനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 300ഓളം കുടുംബങ്ങൾ പുറകിലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതേ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഓടയുടെ ഭാഗമായിട്ടുള്ള സ്ലാബൊക്കെയാണ്. പക്ഷേ ഓടയൊക്കെ കരകവിഞ്ഞാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ട്. ജില്ലയിൽ ചെറിയ മഴ ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുമെങ്കിൽ ശക്തമായ മഴ പെയ്താൽ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളത് അറിയാമല്ലോ. ചെറിയ മഴ പെയ്താൽ ഇത് തന്നെ അവസ്ഥ. നമുക്ക് നടന്നു പോകാൻ പോലുള്ള പറ്റാത്ത കണ്ടീഷനാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുളത്തിൽ കൂടെ പോകണമല്ലോ തോന്നുന്നു. ഈ ബൈപ്പാസ് വരുന്നതിന് മുമ്പ് ചാക്കത്തോട്ടിലേക്ക് ഇവിടെ ഒരു കലക്കുണ്ടായിരുന്നു. അത് അവന്മാർ കെട്ടിയടച്ചു ബൈപ്പാസ് പണിതപ്പം. അത് അന്ന് നാട്ടുകാരും അറിഞ്ഞില്ല. പിന്നെ മഴ പെയ്ത് വെള്ളം കയറിയപ്പോഴാണ് എല്ലാവരും അറിയണത്. മുൻപ് ചാക്കയിലെ വെള്ളക്കെട്ടാണ് റിപ്പോർട്ട് ചെയ്തിപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഓൾ സയൻസ് കോളേജിൻ്റെ പിൻഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ വലിയ വെള്ളക്കെട്ടാണ്. നമ്മൾ കാണുന്നത് പോലെ തന്നെ വീടിൻ്റെ പകുതിയോളം, അതായത് ജനൽ ഭാഗത്തോളം മുങ്ങുന്ന തരത്തിലേക്ക് വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യമാണുള്ളത്. ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് വളരെ വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ഭക്ഷണമടക്കം പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഇല്ലാത്തതാണ് എൻ്റെ ഈ സംഭവം വന്നത്. അതിൻ്റെ ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഓട വന്നപ്പോൾ ഈ ഓട ഒരിടത്തേക്കും കണക്ട് ചെയ്തിട്ടില്ല. ഓടയിൽ വരുന്ന വെള്ളം ഒരിടത്തും പോകില്ല. പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ളൊരു നിവൃത്തിയില്ല. പാമ്പ് ശല്യം ഞാൻ ഇപ്പോൾ ഒരു പാമ്പിനെ എടുത്ത് കളഞ്ഞിട്ടാണ് പറഞ്ഞത്. ഒരു പാമ്പ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ നടയിൽ കിടന്നതിന് ഞാൻ ഒരു കമ്പെടുത്ത് കളഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇതാണ് ഇവിടെ നമ്മൾ ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ട് വെച്ചാൽ ഇത് തന്നെയാണ് ഓട. അതായത് ഇവിടെ നിന്ന് ഒരു ഓട കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം പോകും. അവർ പറയുന്നത് വെച്ചാൽ വെള്ളം പോകില്ല. പക്ഷേ ഈ മോട്ടർ അടിക്കുമ്പോൾ ഈ വെള്ളം സുഖമായിട്ട് പോകുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. ബാത്റൂം സംവിധാനങ്ങളടക്കം വലിയ അവതാളത്തിലാണ്. കാരണം വെള്ളം കയറി മൂടിയ നിലയിലാണ്. വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്.